അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം പോലും കടന്നു വന്നപ്പോ ഉമ്മു സലമ ബീവിയോടും മൈമൂന ബീവിയോടും മാറി നിൽക്കാൻ, ഹിജാബിന് പിന്നിൽ നിൽക്കാൻ, മറയ്ക്ക് പിന്നിൽ നിൽക്കാൻ പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം, ശരീരപ്രദർശനത്തിലൂടെ പുരുഷന്റെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്ത് വരുമാനമാർഗമുണ്ടാക്കുന്ന ഇന്നത്തെ കാലത്ത് അല്ലേ, എന്താണോ മനുഷ്യന്റെ ദൗർബല്യം, ആ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും ഉപജീവന വഴിയായി സ്വീകരിക്കുന്ന ആധുനിക കാലത്ത് നമ്മൾ ചിന്തിക്കണം, മരിച്ചാലും തന്റെ ശരീരത്തിന്റെ ആകൃതി പോലും ആരും കാണരുത് എന്ന് നിർബന്ധം പിടിച്ച ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ, മരിച്ചാലും എന്റെ ശരീരത്തിന്റെ ആകൃതി ആരും കാണരുത് എന്ന് നിർബന്ധം പിടിച്ച ഫാത്തിമ ബീവി ജീവിക്കുമ്പോൾ തന്നെ തന്റെ ശരീരം ഒരു അന്യനും കാണാതെ സംരക്ഷിച്ചു, ഒരാളും കണ്ടില്ല. നബിപുത്രിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ വഫാത്തിന് ശേഷം കഫനിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ പോലും ശരീരത്തിന്റെ ആകൃതി മറ്റൊരാൾ കാണാതിരിക്കാൻ വസിയ്യത്ത് ചെയ്തു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. വസിയ്യത്ത് പറഞ്ഞു അസ്മാ ബീവിയോട്. ഉമ്മു ജഅഫർ അതായത് അസ്മാ ബീവി പറയുകയാണ്, റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അസ്മാ ഇന്നി ഖദ് ഇസ്തഖബഹതു മാ യുസ്റഉ ബിന്നിസാ ഇന്നഹു യുത്റഹു അലൽ മർഅ അസ്സൗബു ഫയസിഫുഹാ. അല്ലേ, ആ പെണ്ണുങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തെ പോലും വർണ്ണിച്ചു പറയുന്നൊരു സ്വഭാവം. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക്, ശുഐബ് നബിയുടെ മക്കൾക്ക് വെള്ളം കോരി കൊടുത്തു. മക്കള് പോയിട്ട് ബാപ്പയോട് പറഞ്ഞു, ശുഐബ് നബി ആ മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു പോകുമ്പോ മൂസാ നബിക്ക് വഴിയറിയില്ല, മക്കള് മുന്നിൽ നടക്കുക, പെൺകുട്ടികളെ മുന്നിൽ നടക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, വേണ്ട, ഞാൻ മുന്നിൽ നടക്കാം. പെണ്ണ് മുന്നിൽ നടന്നാൽ ആ പെണ്ണിന്റെ ശരീരം പോലും ആണിൽ ചില ചിന്തകൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് മൂസാ നബി മുന്നിൽ നടന്നു. ശരിക്കും വഴി അറിയുന്ന ആളെ മുന്നിൽ നടക്കേണ്ടത്, മക്കളെ മുന്നിൽ നടക്കേണ്ടത്. മൂസാ നബി മുന്നിൽ നടന്നു, പെൺമക്കളോട് ബാക്കിൽ നടക്കാൻ പറഞ്ഞു. ജീവിതമാസകലം തന്റെ ശരീരം ഒരാളെയും കാണാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ശരീരത്തിന്റെ രൂപം കാണാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, വഫാത്തിന് ശേഷവും അങ്ങനെ ചെയ്യാതിരിക്കാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ വസിയത്ത് പറയുകയാണ്. ആ സമയത്ത് അസ്മാ ബീവി പറഞ്ഞു, യാ ബിൻത റസൂലില്ലാഹ് അലാ ഉരീകി ശൈഅൻ റഅയ്തുഹു ബിഅർദിൽ ഹബശ. ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ, നിന്നോട് വിഷയം പറയട്ടെ. ഞാൻ ഹബശയിൽ ഒരു രീതി കണ്ടിട്ടുണ്ട്. ആ രീതി പ്രകാരം ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പെണ്ണിന്റെ ശരീരത്തിന്റെ അവസ്ഥ, ആകൃതി ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അസ്മയോട് പറഞ്ഞു, ഇത് തരക്കേടില്ലല്ലോ, നല്ല രീതിയാണ്, കുഴപ്പമില്ല എന്ന് അസ്മാ ബീവിയോട് പറഞ്ഞു. അങ്ങനെ അസ്മായോട് പറയാണ്, അസ്മാ, ഞാൻ മരിച്ചാൽ ഫഗ്സിലീനി അൻതി വഅലിയുൻ, നീയും അലിയുമായിരിക്കണം എന്നെ കുളിപ്പിക്കേണ്ടത്. അസ്മാ ബീവിയോട് പറയാണ്, നീയും അലിയും എന്നെ കുളിപ്പിക്കണം, വേറെ ഒരാളെയും കുളിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഫാത്തിമ വഫാത്താവുകയാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിന്റെ ഭാര്യയാകുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ആ കുളിപ്പിക്കുന്ന റൂമിലേക്ക് കയറാൻ ശ്രമിച്ചു. അസ്മ പറഞ്ഞു, ലാ തുദ്ഖുലി, ഇങ്ങോട്ട് കയറണ്ട, നോ എൻട്രി, കയറാൻ പാടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് അസ്മാ ബീവി പരാതി പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമ ബീവിയെ കുളിപ്പിക്കുന്നിടത്ത് കയറാൻ വേണ്ടി നോക്കിയപ്പോ എന്നെ കയറാൻ അനുവദിച്ചിട്ടില്ല അസ്മ എന്ന് അബൂബക്കറിനോട് പരാതി പറഞ്ഞപ്പോ അങ്ങനെ തന്നെ ദേഷ്യം പിടിച്ചിട്ട് ആയിഷ, ഇന്ന ഹാദിഹിൽ ഖസ്അനിയ്യ, ഈ ഖസ്അനി പെണ്ണുണ്ടല്ലോ എന്നെ കയറാൻ അനുവദിച്ചിട്ടില്ല, എന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. റസൂലുള്ളാഹിനെ മോളെ കുളിപ്പിക്കാൻ ഒരു പ്രത്യേകം പുതിയ പളയുടെ ഒരു കട്ടില് പോലെ, ഒരു അറ പോലെ കെട്ടിയുണ്ടാക്കിയിട്ട് അവർ മാത്രം വേറെ ആരെയും കയറാൻ പെടുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അസ്മയെ വിളിച്ചു, അസ്മാ, മാ ഹമലകി അൻ മനഅതി അസ്വാജൻ നബി യദ്ഖുൽന അല ഇബ്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അസ്മ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ റസൂലുള്ളാഹിന്റെ മോളെ കുളിപ്പിക്കാൻ കയറ്റാത്തതെന്തേ, എന്റെ അനുവദിക്കാത്തത്? അസ്മാബി പറഞ്ഞു, എന്നോട് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാളെയും കേൾക്കണ്ട എന്നും എന്നോട് പറഞ്ഞ വസിയത്താണ്. ഇത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല തിരിച്ചു പോവാണ്. എന്നോട് ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന വസിയത്താണ്,
അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു ഫസ്നഇ മാ അമറത്കി, എന്നാ പിന്നെ നിങ്ങളോട് എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു വന്ന ഭർത്താവും പ്രിയപ്പെട്ട അസ്മാ ബീവിയുമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ചത് 2 പേര് മാത്രമാണ്. സുനനുൽ കുബ്രയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ? എന്റെ മയ്യിത്ത് നിങ്ങൾ അടക്കേണ്ടത് രാത്രിയിലാണ്. ആ മയ്യിത്തിനെ കൊണ്ടുപോകുന്ന, ജനാസ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും റസൂലിന്റെ പ്രിയപ്പെട്ട മകളുടെ ശരീരത്തിന്റെ അവസ്ഥ ആരും അറിയണ്ട എന്ന് വിചാരിച്ച് രാത്രിയിൽ മരമാടാൻ പറഞ്ഞ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹാ.